രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഗുരുവായിരിക്കുന്ന വിശ്വാമിത്രനോടൊപ്പം രാമനും ലക്ഷ്മണനും അവരെ രണ്ടുപേരെയും അങ്ങ് നേരിട്ട് കാണണം. അല്ലയോ മഹാരാജാവേ, അതിനായിട്ട് ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു. അങ്ങയുടെ അനുവാദം, സീതയെ രാമന് നൽകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം, അതും ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. വളരെ വിനയത്തോടു കൂടിയിട്ട് ദൂതന്മാർ മുഖാന്തിരം ജനക മഹാരാജാവ് ഇത് അഭ്യർത്ഥിക്കുമ്പോൾ ദശരഥന് വളരെയേറെ സന്തോഷമായി. അദ്ദേഹം അത് കേട്ടിട്ട് പരമഹർഷിത, അങ്ങേയറ്റത്ത് സന്തോഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിത്തീർന്നത്. എന്നിട്ട് അദ്ദേഹം വസിഷ്ഠനോടും വാമദേവനോടും മറ്റെല്ലാ മന്ത്രിമാരോടും ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. ദശരഥൻ പറഞ്ഞു, വസിഷ്ഠം വാമദേവം ച മന്ത്രിണശ്ചൈവം അബ്രവീത് ഗുപ്ത കുശികപുത്രേണ കൗസല്യാനന്ദവർദ്ധന ലക്ഷ്മണേന സഹഭ്രാത്ര വിദേഹേഷു അസത്യസൗ. അല്ലയോ മഹാഗുരുക്കന്മാരെ, അല്ലയോ മന്ത്രിമാരെ, ഗുരുവായിരിക്കുന്ന വിശ്വാമിത്രന്റെ സംരക്ഷണയില് കൗസല്യക്ക് ആനന്ദത്തെ ഉളവാക്കുന്നവനായ ശ്രീരാമചന്ദ്രൻ, അതേപോലെ തന്നെ സുമിത്ര തനയനായിരിക്കുന്ന ലക്ഷ്മണൻ, ഇവർ രണ്ടുപേരും ഇപ്പോ സന്തോഷത്തോടു കൂടിയിട്ട് വിദേഹത്ത് വസിക്കുന്നു, മിഥിലയില് വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ദൂതന്റെ വാക്കുകളിൽ നിന്നിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. എന്ന് മാത്രമല്ല, ദൃഷ്ടവീര്യസ്തു കാകുത്സ്തോ ജനകേന മഹാത്മന, മഹാത്മാവായിരിക്കുന്ന ജനകൻ കാകുത്സനായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പരാക്രമത്തെ ഭംഗിയായിട്ട് പരീക്ഷിച്ച് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ അദ്ദേഹത്തിന് പൂർണ്ണമായ സന്തോഷവും വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പുത്രിയായിരിക്കുന്ന സീതയെ രാമന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ്. സമ്പ്രദാനം സുതായാസ്തു രാഘവേ കർത്തും സതി. ഇതാണ് ജനകന്റെ ആഗ്രഹം. മകളെ രാമന് നൽകണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഇനി എനിക്ക് ഇക്കാര്യത്തില് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷവും അംഗീകാരവും ആവശ്യമാണ്. എന്താണ് ഓരോരുത്തരുടെയും അഭിപ്രായം? നാം അവിടെ പോകണമോ വേണ്ടയോ, അതെല്ലാം തീരുമാനം നിങ്ങളുടേതാണ്. പറഞ്ഞാലും യതിവോ രോചതേ വൃത്തം ജനകസ്യ മഹാത്മന, മഹാത്മാവാണ് ജനകൻ. അങ്ങനെയുള്ള ജനകന്റെ ഈ സന്ദേശം, അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹം, അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞാലും പുരിയും ഗച്ഛാമഹേ ശീഘ്രം, നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഇവിടെ നിന്ന് മിഥിലാപുരിയിലേക്ക് പോകാം. അല്പം പോലും കാലത്തെ വൈകിക്കാൻ പാടില്ല, വേഗതയിൽ വേണം. ദശരഥ മഹാരാജാവ് ഇങ്ങനെ ഗുരുവായ വസിഷ്ഠനോടും അതേപോലെ തന്നെ വാമദേവനോടും എല്ലാ മന്ത്രിമാരോടും ചോദിക്കുന്ന അവസരത്തില് മന്ത്രിമാരെല്ലാവരും സന്തോഷിച്ചു. അതേപോലെ തന്നെ വസിഷ്ഠനും വാമദേവനും സന്തോഷിച്ചു. എല്ലാവരും അംഗീകരിച്ചു. നിശ്ചയമായിട്ട് നമുക്ക് ഉടനെ തന്നെ ജനകന്റെ കൊട്ടാരത്തിലേക്ക് പോകണം. ഈ ഒരു വൈവാഹിക ബന്ധം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തെ നൽകുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ നാളെ പുലരിയിൽ തന്നെ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടാം എന്ന്
ദശരഥ മഹാരാജാവ് അറിയിച്ചു. വളരെ വേഗത്തില് അതിനുവേണ്ടിയുള്ളതായ തയ്യാറെടുപ്പുകൾ അവിടെ അയോധ്യാപുരിയിൽ ആരംഭിക്കുകയും ചെയ്തു. രാത്രി കഴിഞ്ഞു. തതോ രാത്രിയാം വ്യതീതായാം. രാത്രി കഴിഞ്ഞു, നേരം പുലർന്നു. ആ അവസരത്തില് രാജാവായിരിക്കുന്ന ദശരഥൻ തന്റെ ഗുരുനാഥന്മാരോടൊപ്പം, അതേപോലെ തന്നെ മന്ത്രിമാരോടൊപ്പം അവിടെ നിന്നിട്ട് മിഥിലയിലേക്ക് പുറപ്പെടുകയാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അതിഗംഭീരമായ ഒരു ഘോഷയാത്രയായിട്ടാണ് പോകേണ്ടത്. അതിനുവേണ്ടിയുള്ളതായ നിർദ്ദേശങ്ങൾ സുമന്ത്രർക്ക് നൽകി. അദ്യ സർവേ ധനാധ്യക്ഷ ധനമാദായ പുഷ്കലം വ്രജന്തു അഗ്രെ സുവിഹിത നാനാരത്നസമന്വിത. നമ്മുടെ ഈ ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിലായിട്ട് ധനാധ്യക്ഷന്മാര്, സമ്പത്തിന്റെ ഖജനാവിന്റെ ഭരണം നിർവഹിക്കുന്നവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര്, അവര് ധാരാളം ധനസമ്പത്ത് എടുത്തുകൊണ്ട് നാനാരത്നങ്ങളും സ്വർണവും ഒക്കെ വേണം ആ കൂട്ടത്തിൽ, അവയെല്ലാം എടുത്തുകൊണ്ട് ഈ ഘോഷയാത്രയുടെ മുമ്പേ നടക്കണം എന്ന് മാത്രമല്ല, ചതുരംഗബലം ചാവി ശീഘ്രം നിര്യാതു സർവശ. നമ്മുടെ ചതുരംഗപ്പട അത് നമ്മുടെ ഈ ഘോഷയാത്രയുടെ എല്ലാ വശങ്ങളിലും സമ്പൂർണമായിട്ട് ഇതിനെ സംരക്ഷിച്ചുകൊണ്ടും ആർഭാടം വർദ്ധിപ്പിച്ചുകൊണ്ടും ചലിക്കണം. എന്നിട്ട് വസിഷ്ഠനെയും വാമദേവനെയും ജാബാലിയെയും കാശ്യപനെയും മാർക്കണ്ഡേയനെയും അതേപോലെ കത്യായനെയും എല്ലാം വളരെ ആദരവോടുകൂടിയിട്ട് ആ ഘോഷയാത്രയില് പങ്കെടുപ്പിച്ചുകൊണ്ട് അതിഗംഭീരമായ ഒരു വിവാഹ ഘോഷയാത്ര അയോധ്യയിൽ നിന്നിട്ട് പുറപ്പെടുന്നു. എല്ലാ ജനങ്ങളും അതിൽ പങ്കെടുക്കുന്നു. എല്ലാവരും അങ്ങേയറ്റം സന്തുഷ്ടരാണ്. അങ്ങനെ ആ ചതുരംഗപ്പട എല്ലാ അലങ്കരണങ്ങളോടുമൊപ്പം വളരെ വേഗത്തിൽ യാത്ര ചെയ്തിട്ട് 4 പകലുകൾ കൊണ്ട് അങ്ങ് ജനകന്റെ പട്ടണത്തിൽ എത്തിച്ചേർന്നു. 4-ാം ദിവസം എത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ രാമന്റെ പിതാവ് ദശരഥ മഹാരാജാവ് സൈന്യത്തോടൊപ്പം എത്തിച്ചേരുന്ന അവസരത്തിൽ ആ വാർത്ത ജനകൻ അറിഞ്ഞ മാത്രയിൽ വളരെയേറെ സന്തോഷിച്ചിട്ട് തതോ രാജാനമാസാദ്യ വൃദ്ധം ദശരഥം നൃപം, രാജാവായിരിക്കുന്ന ദശരഥനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജനകൻ വരികയാണ്. വൃദ്ധനായിരിക്കുന്ന രാജാവായ ദശരഥന്റെ സമീപത്ത് അദ്ദേഹം എത്തിച്ചേർന്നു. എന്നിട്ട് മുദിതോ ജനകോ രാജാവായ ജനകൻ വളരെയേറെ സന്തോഷിച്ചു. എന്നിട്ട് ആ സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടുകൂടി അദ്ദേഹം ദശരഥനെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം തേ നരശ്രേഷ്ഠ. അല്ലയോ മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് വളരെയേറെ ശ്രേഷ്ഠനായിട്ടുള്ള ദശരഥ മഹാരാജാവേ, എന്റെ ഭാഗ്യമാണ് എനിക്കങ്ങേ ഈ പ്രകാരത്തില് അങ്ങ് ഇവിടെ ജനകപുരിയിലേക്ക് വരുന്നതായിട്ട് കാണുവാനായി സാധിച്ചത്. അങ്ങയുടെ പുത്രന്മാര് ഇവിടെ വന്ന മഹാകർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു. ദശരഥ മഹാരാജാവിനെ മധുരമായ വാക്കുകൾ കൊണ്ട് ജനകൻ സ്വാഗതം ചെയ്തു. എന്നിട്ട് വസിഷ്ഠ ഋഷിയെയും മറ്റെല്ലാ ഋഷിമാരെയും അദ്ദേഹം തൊട്ടടുത്ത് സ്വാഗതം ചെയ്യാണ്. ദൃഷ്ടിയ പ്രാപ്തോ മഹാതേജ വസിഷ്ഠോ ഭഗവാൻ ഋഷി മഹാതേജസ്വിയായ തപസ്സിന്റെ ഉടമയായിരിക്കുന്ന ഋഷി എന്റെ ഭാഗ്യം കൊണ്ട് ഇതാ എനിക്ക് നേരിട്ട് കാണുവാൻ ഇവിടെ എത്തുന്നതായിട്ട് ഇവിടെ വെച്ച് നേരിട്ട് കാണുവാൻ സാധിച്ചിരിക്കുന്നു. എല്ലാ വിഘ്നങ്ങളും തീർന്നിരിക്കുന്നു. ദൃഷ്ട്യാമേ നിർജിതാ വിഘ്ന ദൃഷ്ട്യാമേ പൂജിതം കുലം. എന്തൊക്കെയാണോ എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് ഉണ്ടായിരുന്നത് അതെല്ലാം തന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ആഗ്രഹം ഇതാ സഫലമായി തീരുന്നു എന്ന് മാത്രമല്ല, ഇവിടെ രാഘവന്മാര് രഘുവിന്റെ വംശത്തിൽ പിറന്ന രാജാക്കന്മാരുമായിട്ടുള്ള എന്റെ ബന്ധുത്വം മൂലം
എനിക്ക് സൗഭാഗ്യം, എന്റെ വംശത്തിന് സൗഭാഗ്യം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. രാഘവന്മാർ ഏതു പ്രകാരത്തിലുള്ളവരാണ്? വീര്യശ്രേഷ്ഠൈ മഹാബലൈഹി, വളരെയേറെ കരുത്തുള്ള ആളുകൾ, ബലശാലികൾ, വളരെയേറെ വീരതയുള്ളവർ. അതിനാൽ ഈ പ്രപഞ്ചത്തിൽ ആദരിക്കപ്പെടുന്നവർ. ദേവലോകത്ത് പോലും രാഘവന്മാരുടെ വീരത എത്രയോ തവണ ആദരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള രാഘവന്മാരോടൊപ്പമുള്ളതായ ഈ ബന്ധുത്വം എന്നെ അങ്ങേയറ്റം ഭാഗ്യവാനാക്കി മാറ്റിയിരിക്കുന്നു. അല്ലയോ ദശരഥ മഹാരാജാവേ, അങ്ങ് ഇനി ഇവിടെ നടക്കേണ്ടതായ കർത്തവ്യങ്ങളെക്കുറിച്ച് വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ തന്നാലും അതിനനുസരിച്ചിട്ട് പ്രവർത്തിച്ചാലും അങ്ങയുടെ വാക്കുകൾക്കനുസരിച്ച് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഇവിടെ തയ്യാറായിരിക്കും. ദശരഥ മഹാരാജാവിനെയും കൂടെ വന്ന ഗുരുജനങ്ങളെയും എല്ലാവരെയും ജനകൻ തന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെല്ലാം യഥായോഗ്യം അവിടെ താമസിപ്പിച്ചു. ദശരഥനും കൂടെ വന്ന എല്ലാവരും ഹർഷേണ മഹതായുക്ത താം രാത്രിയും അവസൻ സുഖം, വർദ്ധിച്ചതായ സന്തോഷത്തോടു കൂടിയിട്ട് ആ രാത്രിയിൽ അവിടെ വസിച്ചു. അങ്ങനെ ദശരഥൻ അവിടെ വന്ന ജനകന്റെ സ്വീകാര സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് അവിടെ വസിക്കുമ്പോഴേക്കും രാമൻ അധരാമോ മഹാതേജ ലക്ഷ്മണേന സമമ്യയോ വിശ്വാമിത്രം പുരസ്കൃത്യ പിതു പാദാവുപസ്പൃശൻ. ശ്രീരാമചന്ദ്രൻ, അങ്ങേറ്റം തേജസ്വിയായ രാമചന്ദ്രൻ തന്റെ സഹോദരനായിരിക്കുന്ന ലക്ഷ്മണനോടൊപ്പം തന്റെ ഗുരുവായിരിക്കുന്ന വിശ്വാമിത്രനെ മുൻനടത്തി പിതാവിന്റെ സമീപത്തേക്ക് ചെന്നു, അച്ഛന്റെ സമീപത്തേക്ക് ചെന്നു. എന്നിട്ട് പാദാവുപസ്പൃശൻ, അദ്ദേഹത്തിന്റെ പാദങ്ങളെ ബഹുമാനത്തോടു കൂടിയിട്ട് സ്പർശിച്ചു, നമസ്കരിച്ചു, ആ കാല് തൊട്ട് വന്ദിച്ചു. അപ്പോഴേക്കും അവരെ കണ്ടിട്ട് മഹാരാജാവായ ദശരഥൻ വളരെയേറെ സന്തോഷിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജനങ്ങളാൽ പൂജിതരായിട്ട് സൽകൃതരായിട്ട് അന്ന് രാത്രി അവിടെ കഴിഞ്ഞു.